months since I saw your face that night. It took 5 seconds to fall in love and 2 more to make you mine. Now it's 4 in the morning, sunset, and 7 minutes with you and it's heaven. Ain't it out with that rose by? I love you 24/7, 365. Give you my name if you wanted to, key to my heart if you wanted to. And I hope and pray that you'll stay right here till we're old and gray. In our last few years, I'm on a knee, I just need a yes. A couple kids and a picket fence, share the memories like an open book. Every page I read, it still got me hooked. And I'm fine with spending my whole life on everything you like. It's obvious that all of this is right, 'cause it's been 3 years and 6 whole months since I saw your face that night. It took 5 seconds to fall in love and 2 more to make you mine. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വീകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഡിനിമോനെയും സിനിമോളെയും അനുഗ്രഹിക്കണമേ. ഇവർ ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ദമ്പതികളെ ആശീർവദിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, മാർ യോസേപ്പേ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായി ഇരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. What do I believe in? I don't think I know anymore. Tell me there's a reason. Was there ever anything more? Have I been afraid to find what I've been looking for? It's all a state of mind. I didn't know that everything was broken by design. How beautiful. It's taking me so long to realize. It's all a state of mind. What I used to keep in, now I'm only letting it go. Finally I'm seeing everything I held up too close. All it took to recognize what I've been looking for. It's all a state of mind. I didn't know that everything was broken by design. How beautiful.
അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. നന്നറിഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും നന്മറിഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തന്റെ തണലിൽ കഴിയുന്നവരും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്റെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതത്തിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. Every day I find a way through darkness. Have a smile that portrays my happiness. Every year I long for celebration, for the moments I still cherish in time, to be with my tribe in elation. You know what's on my mind. Ooh, when we get together, ooh, oh, we'd be dancing like this. Celebration, for the love of gold of a special kind. We're in this together with passion. You know what's on my mind. It's time to be true. Shake, swell and groove. Love binds us true. साथ चले संग तेरे निकले, हम भी
साथ चले, संग तेरे निकले. It's time to be true. Shake, swallow and blue. Love binds us true. Oh, we'd be dancing like this. പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. തിരുസഭയിൽ നവഗേഹമായി ക്രിസ്തുവിൻ ഉടമ്പടി ചെയ്തിടുമ്പോൾ, തിരുസഭയിൽ നവഗേഹമായി ക്രിസ്തുവിൽ ഉടമ്പടി ചെയ്തിടുമ്പോൾ, ദാമ്പത്യവല്ലരി പൂവണിയാ സ്നേഹത്തിൻ ദൂതാശ്രയാകാം. പ്രിയമുള്ളവരെ, എല്ലാവരെയും മറിയൂസേ പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിലുള്ള ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിവാഹമെന്ന കുദാശയിൽ ഒരുമിച്ച് സഭയിലും സമൂഹത്തിലും പുതിയ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാൻ തിരുവൻപാകെ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നതിനും കുദാശ സ്വീകരിക്കുന്നതിനുമായി എത്തിയിരിക്കുന്ന ഈ മംഗളമുഹൂർത്തത്തിൽ നമുക്ക് ഈ രണ്ട് മക്കളെയും അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ ആരംഭിക്കുന്ന ഈ വിവാഹ ജീവിതം നിരന്തരം ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒന്നായിരിക്കട്ടെ എന്ന് നമുക്ക് തീവ്രമായി ആഗ്രഹിച്ച് ഈ തിരുകർമ്മത്തിലും തുടർന്നുള്ള കുർബാനയിലും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുക അഭിവന്യ മാർ ജേക്കബ് അങ്ങാടിയത്ത് പിതാവാണ്. അമേരിക്കയിലെ ചിക്കാഗോ സിറ മലബാർ രൂപതയുടെ പ്രഥമ ബിഷപ്പായി ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന അമേരിക്കയിൽ തന്നെ അദ്ദേഹം ഡെന്നിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബ സുഹൃത്തും ബന്ധുവുമായിരിക്കുന്ന അഭിനന്ദ പിതാവ് പെരിയപ്പറവിടവ അംഗമാണ്. ബാക്കി കൂടെയുള്ള തിരുക്കർമ്മത്തെ സംബന്ധിക്കുന്ന ഓരോരുത്തരും പിതാവിൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് സിനിമോളിൻ്റെ അമ്മാവനാണ് ഫാദർ ബിനോയ് എലവുങ്കൽ CMI. ഇന്ന് രാജ്കോട്ട് CMI പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നു. തൊട്ടപ്പുറം നിൽക്കുക ഇവിടുത്തെ മുൻവികാരി ഫാദർ മാത്യു പീടികയിൽ ഇപ്പോൾ കുന്നോന്നിപ്പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നു. പിതാവിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഫാദർ ജോൺസൺ പാറയിൽ CMI. അദ്ദേഹം ആലുവയിലുള്ള CMI ഹൗസിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ഫാദർ ഫെലിക്സ് ചിറപ്പുറത്ത് നോർബർട്ടൈൻ സന്യാസ സമൂഹാംഗമാണ്. ഡെന്നിയുടെ ബന്ധുവും കുടുംബ സുഹൃത്തുമായിരിക്കുന്ന അച്ഛനും, അതുപോലെ തന്നെ സങ്കീർത്തിയിൽ ഒരു അച്ഛന് വിശ്രമിക്കുന്ന ഫാദർ ജോൺ മാരിയൂസ് അച്ഛനും സന്നിഹിതനാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വമായി തിരുകർമ്മത്തിൽ സംബന്ധിച്ച് ഈ ഇരു മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിച്ച് നമ്മുടെ ആശംസകൾ കൈമാറുകയും ദൈവാനുഗ്രഹം ഇവർക്ക് വേണ്ടി ചോദിച്ച് നൽകുകയും ചെയ്യാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചെന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം.
ചിതറായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവീശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവീശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യം ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കിയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിൻ്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുലാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ. എൻ്റെ പുത്രി ശ്രുതിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകൻ്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഏറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മന്ദിരവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ശൈത്യമുളകൾ പോലെയുമായിരിക്കും.
കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ യെരൂശലേമിന്റെ നന്മ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മനോവാഴ്ച സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മനോവാഴ്ചയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളിൽ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന അന്ധകാർ നടക്കുകയില്ല എന്ന് അരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ മുത്തമരിക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിസർവഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും, ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്നതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തുലിക പോലെ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദയുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറ്റവും പ്രിയ വീട് വിഹരിച്ച് എന്നോടൊപ്പം സഹകർമ്മിരായിരിക്കുന്ന പ്രിയങ്ങളുടെ അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും പ്രത്യേകമായി ഇന്ന് വിവാഹത്തിനായി ഒരുങ്ങി എത്തിയിരിക്കുന്ന
ഡെന്നി അഞ്ചിനമോൾ. നിങ്ങളെല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ വേണ്ടി വിചാരിച്ച് ശ്രദ്ധിച്ചു. അച്ഛനോടൊപ്പം ഞാനും നിങ്ങളെവരെയും ഈ ശുശ്രൂഷയിലേക്ക്, കൂദാശ പരികർമ്മത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പേരിലുള്ള ദേവാലയമാണിത്. വിവാഹപ്പള്ളി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. ഇത് തീർത്ഥാടന കേന്ദ്രമാണ്. ഏറെ ആളുകൾ എല്ലാ വർഷവും ഇവിടുത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് നീണ്ട ഒരു ലിസ്റ്റ് തന്നെ പെരുന്നാൾ പ്രസിഡന്റുമാരുടെ പേരിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിവാഹത്തിൻ്റെ പ്രത്യേകമായ അനുസ്മരണം ആഘോഷിച്ചുകൊണ്ട് ഈ ഇടവക ദേവാലയം നിലകൊള്ളുകയും ഇവിടെ അനേകരെ വിവാഹിതരാവുകയും അതുപോലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഈ വിവാഹവേദിയിലേക്ക് എത്തി നിൽക്കുന്ന ഡെന്നിയെയും സിനിമോളെയും വളരെ പ്രത്യേകമായ രീതിയിൽ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകമായ സംരക്ഷണയിൽ ഫലമേൽപ്പിക്കുകയാണ്. നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ കുടുംബജീവിതം നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മഹനീയ മാതൃകയിൽ എന്നും ദൈവസാന്നിധ്യം നിറഞ്ഞതായി തീരുവാൻ ഞങ്ങളേവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ ഭവനത്തെ തിരുക്കുടുംബമെന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുക. തിരുക്കുടുംബമായിട്ട് പരിശുദ്ധ അമ്മയുടെ യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ദൈവപുത്രനായ ഈശോ അവരോടൊപ്പം ജനിക്കുകയും വളരുകയും ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഈശോയുടെ സാന്നിധ്യം അതിനെ മഹത്വമുള്ള കുടുംബമാക്കി തീർത്തു. അതുപോലെ തന്നെ സമാനമായ രീതിയിലാണ് ഓരോ കത്തോലിക്ക കുടുംബവും വളരേണ്ടത്. നിങ്ങൾ ഇരുവരെയും ജന്മിച്ച് വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെയുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവരൊക്കെയും അവരുടെ ഹൃദയപൂർവ്വം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം പങ്കുവയ്ക്കുവാനും ആ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളർന്ന് ദൈവത്തിൻ്റെ പുതിയ ഒരു കുടുംബമായിട്ട്, സഭയിലെ അനുഗ്രഹീതമായ കുടുംബമായിട്ട്, സമൂഹത്തിന് അനുഗ്രഹമാകുന്ന കുടുംബമായിട്ട് തീരുവാൻ ഇന്ന് നിങ്ങളെ പ്രത്യേകമായ രീതിയിൽ ദൈവം നിയോഗിക്കുന്നു. നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ആ പുതിയ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും വളരെ പ്രത്യേകമായ രീതിയിൽ ആശംസിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിൻ്റെയും സംരക്ഷണം ഈശോയ്ക്ക് എന്നതുപോലെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെയും, കുടുംബജീവിതത്തിൻ്റെ മഹനീയത സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം പ്രത്യേകം വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം 1-ാം അധ്യായം 1, 2, 3 അധ്യായങ്ങളിലായിട്ട് സൃഷ്ടിയെപ്പറ്റി പറയുന്നു, മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പറയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം പറയുന്നുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവന് ഒരു ഉത്തമ സഖിയെ ഞാൻ നൽകും. പിന്നീട് ഹവ്വയെ സൃഷ്ടിക്കുന്നു. ആദത്തിൻ്റെ മുമ്പിൽ ഹവ്വയെ നിർത്തിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അവൻ നരനിൽ നിന്ന് മനുഷ്യൻ എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം അവിടെ ആവിർഭവിക്കുകയാണ്. അങ്ങനെ പരദീസായിലെ മഹനീയമായ ദൈവത്താൽ അനുഗ്രഹിതമായ ആദ്യ മാതാപിതാക്കന്മാരുടെ കുടുംബത്തിൻ്റെ തുടർച്ചയായിട്ട് ഇന്നോളം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഭയിലെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ട് കുടുംബമെന്ന സമൂഹത്തെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. മറ്റുള്ള ഒരുപാട് ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, കൂട്ടായ്മകളൊക്കെ നമുക്ക് മനുഷ്യരുടെ സമൂഹത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ വിവാഹത്താൽ ഭാര്യയും ഭർത്താവും പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേരുന്ന, കൂട്ടി യോജിപ്പിക്കപ്പെടുന്ന ആ മഹനീയമായ കുടുംബം എന്നും അനുഗ്രഹമുള്ളതാണ്. മാനുഷികമായ ഘടകങ്ങൾക്ക് അതിനെ വേർപെടുത്താനാവില്ല എന്ന് നമുക്കറിയാം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള പ്രത്യേകമായ കൽപ്പന പഴയ നിയമത്തിൽ ദൈവജനത്തെ തിരഞ്ഞെടുക്കുന്ന കാലം മുതൽ, മോശയുടെ കാലം മുതൽ തുടർന്ന് ഇന്നോളം അത് പാലിച്ചു കൊണ്ടുവരികയും സഭ അതിന് സഹായകരമായ രീതിയിൽ
എല്ലാവിധ സംവിധാനങ്ങളും ക്രമീകരിക്കുകയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വേദിയായിട്ട് ഓരോ കുടുംബവും രൂപപ്പെടുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിലേക്ക് എത്തി നിൽക്കുന്ന ലിനിയെയും സിനിമകളെയും പ്രത്യേകം അനുമോദിക്കുന്നതോടൊപ്പം ദൈവം നിങ്ങൾക്ക് നൽകിയിരുന്ന ഈ ദൈവവിളി അനുഗ്രഹീതമായി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഒപ്പം സഭയിലെ നിങ്ങളുടെ പുതിയ കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ, സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ, ഏവർക്കും ഉപകാരമായി തീരുവാൻ, ഏവർക്കും സന്തോഷം നൽകുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ല് സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ഇത്രത്തോളം ആദ്യമായൊരു സ്നേഹബന്ധത്തിലേക്ക് മറ്റാർക്കും പ്രവേശിക്കാനാവില്ല. സ്വയം മറന്ന് തന്നെ ജീവിത പങ്കാളിക്ക് സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ സ്വയം മറന്ന് സമ്പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പുതിയ ഒരു കുടുംബം, പുതിയ ഒരു ജീവിതം നിങ്ങൾ ആരംഭിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് പൂർണ്ണമായ അറിവിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് ഇവിടെ വലപ്പുരക്കരയിൽ കുളങ്ങാട്ടിൽ കുടുംബത്തിലും അതുപോലെ തന്നെ വെള്ളക്കര ഫാമിലിയും രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് ഇന്ന് ആ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുന്നു. ഒപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴപ്പെട്ട് ദൈവത്തിൻ്റെ ആശീർവാദത്തോടുകൂടി പുതിയ ഒരു കുടുംബം രൂപം കൊള്ളുകയാണ് ചെയ്യുക. ഇതിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ദൈവം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാം പ്രത്യേകം മനസ്സിലാക്കുന്ന ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ് നിങ്ങൾ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങൾ പരസ്പരം കൈമാറുന്നത്. ആ സ്നേഹത്തിലാണ് നിങ്ങൾ എന്നേക്കും ജീവിക്കാനുള്ളത്. അതിന് ഒരു കുറവും വരാതെ ഭദ്രമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കാലം ചെയ്ത പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 ഒരു അപ്പസ്തോലിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. അമോരിസ് ലത്തീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്നാണ് അതിൻ്റെ പേര്. ആ അപ്പസ്തോലിക പ്രഭാതനം നൽകാനുള്ള പശ്ചാത്തലം 2014-15 വർഷങ്ങളിൽ റോമിൽ നടന്ന മെത്രാന്മാരുടെ സിനഡിൻ്റെ ചർച്ചാ വിഷയം ഇന്നത്തെ ലോകത്തിൽ, ആധുനിക ലോകത്തിൽ കുടുംബജീവിതം അനുഭവിക്കുന്ന വെല്ലുവിളികളും അതിനുള്ള പ്രത്യുത്തരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്തതിൻ്റെ നിഗമനങ്ങളിലേക്കാണ് പരിശുദ്ധപിതാവ് എത്തി നിൽക്കുന്നത്. അവിടെ 2 വർഷങ്ങളിലായിട്ട് സഭയുടെ മേലധ്യക്ഷന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒന്നിച്ചുകൂടി 2 കൗൺസിലുകൾ, ബിഷപ്സ് കോൺഫറൻസുകൾ റോമിൽ നടന്നു. 2 പരിശുദ്ധപിതാവ് സംബന്ധിച്ചു. അവിടെ ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാം വെളിച്ചത്തിൽ പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട തത്വങ്ങളും ആദർശങ്ങളും സന്ദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് പരിശുദ്ധപിതാവ് ഈ സ്നേഹത്തിൻ്റെ സന്തോഷമെന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ സഭ മുഴുവനുമായിട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ 4-ാമത്തെ അധ്യായം വളരെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെയും പരിചിതമായ വിശുദ്ധ പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള ഏതാനും വാക്യങ്ങളാണ്. ഈ 4 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് പരിശുദ്ധപിതാവ് സ്നേഹത്തിൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്നത്. സ്നേഹഗീത എന്ന് പ്രത്യേകമായ രീതിയിൽ പുതിയ നിമിത്തത്തിൽ വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ അധ്യായം മുഴുവനും. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായം. അതിപ്പോൾ ഇവിടെ വായിക്കുന്നില്ല, സൗകര്യം പോലെ നിങ്ങൾ വായിച്ചാൽ മതിയാകും. അതിൽ സന്ദേശം ഇതാണ്: സ്നേഹം അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, തിന്മയായിട്ട് ആഗ്രഹിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ കൊച്ചു വാചകമാണ് അടിവരയിട്ട് നമ്മൾക്കുണ്ട്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെല്ലാം സഹിക്കുന്നതാണ്, എല്ലാം ക്ഷമിക്കുന്നതാണ്, എല്ലാം വിശ്വസിക്കുന്നതാണ്, എല്ലാം പ്രത്യാശിക്കുന്നതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, തിന്മയത് ആഗ്രഹിക്കുന്നില്ല,
നന്മയുടെ വഴിയിൽ മാത്രം ചരിക്കുന്ന ഒരു ജീവിതം. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ഇന്ന് വിവാഹവന ഗുലാശികളുടെ നിങ്ങൾ ഇരുവരും ഒന്ന് ചേർന്ന് ഇന്ന് മുതൽ മരണം വരെ എന്നുള്ള വിവാഹ പ്രതിജ്ഞ വിശുദ്ധ സുവിശേഷം തൊട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്ത് നിങ്ങൾ പ്രവേശിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഓരോ അംശവും നിങ്ങളുടെ ഹൃദയത്തിൽ ആഴപ്പെട്ട് നിൽക്കുവാനും അതിന് സഹായകരമായി ജീവിക്കുവാനും നിങ്ങൾ സന്നദ്ധരാകണം. അജി, നമ്മൾ കുറവുകളുള്ള മനുഷ്യരാണ്, പോരായ്മയുള്ള ബലഹീനത ഉള്ളവരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കുമുണ്ട്. ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോഴാണ് കുറവുകളും പോരായ്മകളൊക്കെ അടുത്ത് അനുഭവിച്ചറിയുവാൻ സാധിക്കുക. പക്ഷേ ആ കുറവുകളുടെ പേരിൽ അകന്നു പോകുവാനല്ല, അത് ക്ഷമിച്ചുകൊണ്ടും അത് മറന്നുകൊണ്ടും സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ഇരുവരും തയ്യാറാകുമ്പോൾ അതാണ് മഹനീയമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുന്ന പുതിയ നിയമത്തിലെ കുടുംബം. ഒരുപാട് വിശുദ്ധരുടെ കുടുംബത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദമ്പതിമാർ ഇരുവരെയും വിശുദ്ധരായിട്ട് ഒന്നിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുറേശ്യായുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാർട്ടിനും സെലഗ്യൂരിനും അവരിരുവരെയും ഒന്നിച്ച് വിശുദ്ധരായിട്ട് വ്യക്തിപര പ്രഖ്യാപിച്ച് ഇന്ന് അവർ അൾത്താരയിൽ ആദരിക്കപ്പെടുന്ന ദമ്പതിമാരാണ്. അതുപോലെ വേറെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ തന്നെ ഓരോ കുടുംബവും ആ രീതിയിൽ വിളിക്കപ്പെട്ടതും വിശദീകരിക്കപ്പെടുന്നതുമാണ്. നിങ്ങൾക്ക് തന്നെയും നിങ്ങളെ ജനിപ്പിച്ച് വളർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ ജീവിതം നിങ്ങൾ അവരോടൊപ്പം ഇതുവരെയും ജീവിച്ചു. അവരിൽ നിന്ന് നിങ്ങൾ ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ നിങ്ങളുടെ ജീവിതത്തെ എല്ലാ വിധത്തിലും ക്രമീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും നന്മയിലൂടെ നടത്തുകയും ചെയ്തു. അങ്ങനെ അവരോടുള്ള ആ കടപ്പാട് അനുസ്മരിച്ച് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ അവരോട് ബന്ധപ്പെട്ട് അവരെ സ്നേഹിച്ചും ആദരിച്ചും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ പുതിയ കുടുംബം സന്തോഷമുള്ളതും കൃപ നിറഞ്ഞതുമായി തീരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ സംബന്ധിച്ചോളം ദൈവം നൽകുന്ന ഈ പ്രത്യേകമായ വിളി, ദൈവവിളി, അത് പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ മാത്രമല്ല, ഓരോ കുടുംബജീവിതത്തിലേക്കുമുള്ള വിളിയും ദൈവത്തിൻ്റെ വിളി തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രചോദനമില്ലാതെ, കൃപയില്ലാതെ നമുക്കൊരു ജീവിതാവസ്ഥയിൽ നിലനിൽക്കാനും വളരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളുടെ മകനെയും മാതൃക സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന പുതിയ കുടുംബത്തിൻ്റെ ജീവിതവും സന്തോഷവും കൃപയും നിറഞ്ഞതാകുവാനും സ്നേഹം കുറയാത്ത രീതിയിൽ വളർന്നു വരുന്ന പുതിയ ഒരു കുടുംബമായി തീരുവാനും അങ്ങനെ സ്നേഹത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുത്തുന്ന കുടുംബമായി തീരുവാനും ഇടയാക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ രൂപത, ചിക്കാഗോ രൂപതയുടെ മെത്രാനായിട്ടാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈടായാലും ഞാൻ അവിടെ ഒരിക്കൽ ഒരു ഭവനത്തിൽ സന്ദർശനം പോയ അവസരത്തിൽ വൈകിട്ട് അവിടെ പ്രാർത്ഥന സാധാരണ രീതിയിൽ ഏതെങ്കിലും അത്താഴത്തിന് സമയത്ത് വീടുകളിൽ പോയാൽ ഞാനും ആ പ്രാർത്ഥനയിൽ കൂടാറുണ്ട്. അങ്ങനെ ഒരു കൊച്ചു കുടുംബം, 5 മക്കളുള്ള ഒരു കൊച്ചു കുടുംബം. ആ കൊച്ചു കുടുംബത്തിൽ വൈകിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് അവരോട് പോയിരുന്നപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കുള്ള പായ വിരിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും വലിയ പ്രായമുള്ളവരൊന്നുമില്ല, ചെറുപ്പക്കാരാണ്. അവർ രണ്ടുപേരും മുട്ടൂരി അവരുടെ കീഴിൽ ഈ 5 മക്കളും മുട്ടുകുത്തിയിരുന്നു. ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ മൂത്ത കുട്ടി കർത്താവനമാല തുടങ്ങി 53 ചൊല്ലി അതെല്ലാം ഇംഗ്ലീഷിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ 5 മക്കളും ഏറ്റവും പൊടിക്കുഞ്ഞാണെങ്കിലും ആ കുട്ടിയും മുട്ടുമേൽ നിന്നുകൊണ്ട് ആ പ്രാർത്ഥന മുഴുവൻ ചൊല്ലി അത് കഴിഞ്ഞ് അവർ എനിക്കും എല്ലാവർക്കും സ്തുതിയല്ലി അവസാനിപ്പിച്ചു. ഞാനൊരു ആശീർവാദത്തോടു കൂടി ആ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്തു. നല്ല മഹനീയമായ നല്ല കുടുംബങ്ങൾ, പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന കുടുംബം, സ്നേഹത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ സൂക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥനയുടെ വെളിച്ചം എന്നും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് കുടുംബജീവിതത്തിൽ എണ്ണയായിട്ട് വളരുവാനുള്ളത്. എണ്ണ വറ്റിപ്പോകാതെ സൂക്ഷിക്കുന്നതിന് അനുദിനമുള്ള കുടുംബ പ്രാർത്ഥന, ദൈവത്തിൻ്റെ വചനം വായിക്കാനും ശ്രമിക്കാനുള്ള നല്ല മനസ്സ്, കർത്താവിൻ്റെ പേരിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനുള്ള ഔദാര്യം, ഇതൊക്കെ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടും യേശു പിതാവിനോടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അവർ എങ്ങനെ ഈശോയെ വളർത്തിയോ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ദൈവം നമുക്ക് വരവേൽപ്പിക്കുന്ന മക്കളെ ദൈവത്തിനായിട്ട് വളർത്തുവാൻ
നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ വളർത്തി ഇത്രത്തോളമാക്കി ഇന്ന് നിങ്ങളെ കൈപിടിച്ച് പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാവജീവിതത്തിലും ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകുവാനും കൃപയോടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹീതമായി പൂർത്തീകരിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെയും സംരക്ഷണവും മധ്യസ്ഥയും ശ്ലീഹായുടെയും സഭയിലെ എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകമായ സംരക്ഷണവും നിങ്ങളുടെ പുതിയ കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഈശോ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഇന്നിവിടെ സന്നിധിരായിട്ട് എല്ലാവരെയും വളരെ പ്രത്യേകമായി അനുസ്മരിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള കൃപ കുറവുകൂടാതെ നൽകി നമ്മെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രത്യേകിച്ചും ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ ചൊല്ലുന്ന ആ പ്രതിജ്ഞാവാചകം പ്രാർത്ഥനയോട് കൂടി തന്നെ, അത് 2 വാചകമുള്ളത് നമുക്കറിയാം, ചെറുതാണ്. അപ്പോൾ അത് നിങ്ങൾ മനഃപാഠമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത് ആവർത്തിക്കുവാനും അത് എന്നും ജീവിക്കുവാനും നിങ്ങൾ സാധിക്കട്ടെ. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സഭയെ വളർത്തുകയും നിങ്ങളെ അനുഗ്രഹീതരാക്കുകയും ചെയ്യും. നല്ല ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ പുതിയ കുടുംബത്തിന് സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോരും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സിനിമകളെ നിൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? സിനിമോൾ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോരും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ദിനിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ രണ്ടുപേരും. ഡെന്നി ആൻഡ് സിനിമോൾ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. ഇബ്രാഹിത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടു കൂടെ കുടുംബജീവനം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. താലിയുടെ ആശീർവാദം. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മോതിരവും ജപമാലയും ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ജപമാലകളും അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. മന്ത്രകോടിയുടെ ആശീർവാദം. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാന കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യാനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ
കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകം രണ്ടുപേരെ വെച്ചുചൊല്ലുക. വലതേ കൊണ്ട് സുവിശേഷ ഗ്രന്ഥത്തെ തൊട്ട് ഈ പ്രതിജ്ഞ നിർവഹിക്കുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമീൻ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യമേ
കറകൾ നീക്കണമേ, കറകൾ ചൊരിയണമേ, കൃപകൾ ദിവ്യകാരുണ്യമേ, ദിവ്യമാ സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ, ദിവ്യകാരുണ്യമേ, ദിവ്യമാ പൂജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാതേയമേ. ജീവനിൽ കടലോളം സ്നേഹമാ മരുഭൂവ മനസ്സേ, മലയോളം കൃപയുമാ കൃപ ചോർന്നൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എൻ ഈശോ എൻ സ്വന്തം, ഹൃദയം പരദീസ എൻ ഈശോ എൻ ഭാഗ്യം. പ്രവർത്തിക്കും പാവങ്ങളുടെ മോചനം അങ്ങയുടെ സന്നിധി സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമീൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനീശോയേ, ദാസന്റേതുപോൽ സൃഷ്ടാവിൻ്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീളങ്ങളാൽ പാപമോചനം നേടി ധന്യരാ. വാനമേഘത്തിൽ നീ വരും നാളിൽ നിന്നെതിരേൽപ്പിനാൻ നിന്റെ മുൻപിൽ വരാനും മാനവ വൃന്ദമോ നിരന്തരം. നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ ഒരേ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹ എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രതികരമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവജന്മരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വലിയ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകുവാനായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. വന്നിട്ടുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി രണ്ടുപേരുടെയും വെഡിങ് റിസപ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ടെന്നിയുടെയും സിനിമോളിൻ്റെയും വേദിയിലേക്ക് ഉള്ള എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൻസേഴ്സ് അവിടെ റെഡിയാണ്. സോ വിരോധം ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ടെന്നിയെയും സിനിമോളിനെയും സ്വാഗതം ചെയ്യാം. Can we have the music? എടുത്തോ പൂത്തിരി കേട്ടോ.
നിർത്തണമെന്നാ പറഞ്ഞേ. നടുക്ക് നിർത്തിട്ടാണ്. നടുക്ക് നിർത്തണം. നടുക്ക് നിർത്തണോ? അവരെ നടുക്ക് നിർത്തണോ? ഞാൻ എടുത്തുണ്ട്. വീഡിയോ എടുത്തു. വീഡിയോ എടുത്താ ഞാൻ എടുത്താ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിന് ഇവരോടൊപ്പം സ്റ്റേജിലുണ്ടാകാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യമാണ്. ഇത്ര സൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് പാക്ഡ് ആയതുകൊണ്ട് ജാനുവരി ഫെബ്രുവരിയൊക്കെ പാക്ഡ് ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പണി കിട്ടി. ടോൺസിലൈറ്റിസ് അടിച്ചതുകൊണ്ട് എത്ര ശബ്ദമേ പുറത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൈയടിക്കാനൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ എനർജിയിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കോൺട്രാക്ട് ചെയ്യണം കേട്ടോ. ഈ ചെറിയ ശബ്ദത്തിൽ കൈയടിക്കുന്ന പറഞ്ഞ എത്ര ഉച്ചത്തിൽ നിങ്ങൾ കൈയടിക്കുമെന്ന് നോക്കട്ടെ. ഒരു നല്ല കൈയടി തന്നേ നോക്കട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ജീവിതത്തിലെ ഏറ്റവും എൻ്റെ ഡെന്നി നീ ടെൻഷനൊക്കെ വിട്ടൊന്ന് ചിരിച്ചിടാ. ഇവനെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നു. എവറിത്തിങ് ഈസ് ഓക്കെ റൈറ്റ്? യെസ്. സോ ജീവിതത്തിലെ ഏറ്റവും നല്ല ഈ ഒരു ദിവസം, ഏറ്റവും സന്തോഷമായിട്ടിരിക്കേണ്ട ദിവസം, രണ്ടുപേരും കൈയൊന്ന് പിടിച്ച് നോക്കട്ടെ. യെസ്, ഇതുപോലെ കൈകൾ ചേർത്ത് പിടിച്ച് ഈ മനോഹരമായിട്ടുള്ള ജേർണി പൂർത്തീകരിക്കാൻ രണ്ടുപേർക്കും ഈശോയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും മധുരം വെപ്പിനും എൻഗേജ്മെൻറ്റിനും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവരുടെ 2 പേരുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളാണ്. ഇവരുടെ പപ്പയും മമ്മയും ഇവരുടെ സിസ്റ്റേഴ്സും ബ്രദറും പിന്നെ നമ്മുടെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് കൂട്ടത്തിൽ. ആ കുഞ്ഞു മാലാഖയും ഒക്കെ ചേരുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ ആ സന്തോഷങ്ങളെ കുട്ടി നല്ല നിമിഷങ്ങൾ ഇവർക്ക് 2 പേർക്കും സമ്മാനിച്ച ആ കുറച്ച് നല്ല മനുഷ്യരെ നമ്മൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ മധുരം വെപ്പിന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡെന്നിയുടെ പപ്പ കുറച്ച് സീരിയസ് ആണെന്ന് മമ്മി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ഡെന്നിയുടെ പപ്പയുടെ ക്യാരക്ടറാണ് ഡെന്നിയുടെ ചേച്ചിയുടെ കുഞ്ഞിന് കിട്ടിയിട്ടുള്ളതെന്ന്. ആൾ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇന്ന് ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സായ ബേബിയും പിന്നെ രാജു അങ്കിളും 1000 വോൾട്ടിൻ്റെ സ്മൈലോട് കൂടി ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഇപ്പം തന്നെ ആൾ ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ 2ാമത്തെയും അവസാനത്തെയും കല്യാണമാണ്. അത് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു കല്യാണമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് കുറച്ച് വർഷങ്ങൾ കൂടി കിട്ടിയ ഒരു നിമിഷമായതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് അങ്കിളെ നല്ല ചിരിച്ച മുഖത്തോടെ വരണം കേട്ടോ. ആൻറ്റിയോട് പിന്നെ പറയേണ്ട കാര്യമില്ല. ആൻറ്റി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഡെന്നിയുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അങ്കിളിനെയും ആൻറ്റിയുമാണ്. നിറഞ്ഞ സ്നേഹത്തോടെ വന്നിട്ടുള്ള എല്ലാവരുടെയും കൈയടിയോടെ സ്വാഗതം ചെയ്യാം എൽസി ആൻറ്റിയെ, രാജു അങ്കിളിനെയും. നല്ല കൈയടി വരാമോ എല്ലാവരും ചേർന്നിട്ട്? നോക്കിക്ക് കൈയൊക്കെ പിടിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ഡെന്നി ഇതിനൊക്കെ എനിക്ക് സ്പെഷ്യൽ ക്രെഡിറ്റ് ആകട്ടോ. ഇനി വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ടുള്ളത് ഒരു മോളെ വേറൊരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പനും അമ്മയ്ക്കും സന്തോഷം ഉണ്ടാവും, അഭിമാനം ഉണ്ടാവും, അതുപോലെ ചെറിയൊരു ടെൻഷനും ഉണ്ടാവും. കാരണം മക്കളെ പ്രത്യേകിച്ച് പെൺമക്കളുള്ള അപ്പനും അമ്മയ്ക്കുമൊക്കെ അറിയാം
അത്രയും ഓമനിച്ചും സ്നേഹിച്ചും ലാളിച്ചും ഒക്കെയാണ് വളർത്തിയിട്ടുണ്ടാവുക. ആണോ സിനിമോളെ? അല്ലേ? ഇവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തരുമ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്ന് പറയുമ്പോൾ ടെന്നിയുടെ കുടുംബത്തിലേക്ക് തരുമ്പോൾ 110% അങ്കിൾക്കും ആൻറ്റിക്കും സന്തോഷിക്കാം. കാരണം മരുമകളെ പോലെയല്ല, മകളെ പോലെ തന്നെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഒരു പപ്പയും മമ്മയും നിൽക്കുന്നുണ്ട്. പിന്നെ സിനിമോളെ സിസ്റ്റർ ഇൻ ലോ ആയിട്ടല്ലാതെ സിസ്റ്ററിനെ പോലെ കരുതാനായിട്ടൊരു ബ്രദറും സിസ്റ്ററും ഇവിടെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മുഴുവൻ സ്നേഹത്തോടെ സിനിമോളിനെ മാത്രമല്ല, സിനിമോളിൻ്റെ പപ്പയും മമ്മയും കൂടി സ്വാഗതം ചെയ്യാൻ പോവാണ് ഞങ്ങളെല്ലാവരും ചേർന്ന്. ഈ ഒരു നിമിഷത്തിൽ ടെന്നിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു ഉഷാറ് കയ്യടിയോടെ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമോളിൻ്റെ ഡിയറസ്റ്റ് പപ്പ ആൻഡ് മമ്മ, ഡിയറസ്റ്റ് ജോസ് അങ്കിൾ ആൻഡ് സിൽവി ആൻറ്റി, ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങളുടെ ആൻറ്റിയെ ക്ഷണിക്കാം കേട്ടോ. ഈ ഇരിക്കുന്നവർ ചുമ്മാ ഇരിക്കാതെ ഒരു നല്ല കൈയടി തരാവോ? യെസ്. താങ്ക് യു സോ മച്ച് അങ്കിൾ ആൻഡ് ആൻറ്റി, താങ്ക് യു. എനിക്ക് ഇത്തവണ രണ്ടുപേരുടെ മാതാപിതാക്കളുടെ അടുത്തും കൈ പിടിച്ച് സ്റ്റേജിലേക്ക് വരണം എന്ന് പറയേണ്ടി വന്നില്ല. അവർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം. അതുകൊണ്ട് കൈയൊക്കെ ചേർത്ത് പിടിച്ചാണ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും നല്ല മാതൃകകളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, റൈറ്റ്? അവരുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളപ്പോഴും അവർ ദൈവത്തിനോടൊപ്പം ചേർന്ന് കൈകൾ ചേർത്ത് പിടിച്ച് നിന്നിട്ടുള്ളവരാണ്. അവരെ പോലെ ഏറ്റവും സ്നേഹത്തോടെ കരുതലോടെ കഴിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലേക്ക് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷണിക്കാനായിട്ടുള്ള സമയമാണ്. ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ ലെറ്റ്സ് വെൽക്കം ടെന്നിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡിയറസ്റ്റ് വിധു ചേച്ചി. വിധു ചേച്ചിയുടെ ആക്ച്വലി ഇവരെയൊക്കെ എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് ചേച്ചിയും ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ദേ ആർ ലൈക്ക് മൈ ഫാമിലി ആസ് വെൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് വെൽക്കം our dearest Vidhu ചേച്ചി, സ്വാതിക് ചേട്ടൻ, and our little princess, our God-gifted angel Zaya to this wonderful stage. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ചേട്ടനെയും ചേച്ചിയെയും നമ്മുടെ പൊന്നോമനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. And it's time to welcome സിനിമകളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേര് കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. നിറഞ്ഞ മനസ്സോടെ ലെറ്റ്സ് വെൽക്കം our dearest അനുമോൾ ചേച്ചി and Robin ചേട്ടൻ. Please join us on the stage. Ladies and gentlemen, you can give them a big round of applause. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം മിസ്സസ് അനുമോൾ ജോസ് ആൻഡ് മിസ്റ്റർ റോബിൻ കുഞ്ഞുമോൻ. യെസ്. താങ്ക് യു സോ മച്ച്. സോ നമ്മളെ സ്റ്റേജിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ഒട്ടും സമയം കളയാതെ വേദിയിലെ ചടങ്ങുകളിലേക്ക് കടക്കാം. ഒരു കുട്ടി ചോദ്യമുണ്ട് രണ്ടുപേരോടും ചോദിക്കട്ടെ ടെനി. രണ്ടുപേരിൽ ഏറ്റവും നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഐഡിയ ഉള്ളത് ആർക്കാണ്? കേക്ക് ബേക്ക് ചെയ്യാൻ അറിയാമോ? സിനിമകൾക്ക് അറിയാം? ഏതെങ്കിലും കേക്ക്? വൈ ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ബിക്കോസ് അതെന്തുകൊണ്ടാണെന്ന് പറയാം. ബട്ട് ബിഫോർ ദാറ്റ് സിനിമകൾക്ക് അറിയാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്ന 1-2 ഇൻഗ്രീഡിയൻസ് ഒന്ന് വേഗം പറഞ്ഞേ നോക്കട്ടെ. മുട്ട. അപ്പോൾ യു ആർ എ ബേക്കർ, നിനക്ക് അറിയാം കേക്ക് ഉണ്ടാക്കാൻ. ടെനി യു ആർ സോ ലക്കി. ഇനി ഉണ്ടാക്കുന്ന കേക്ക് നിനക്ക് കഴിക്കാമല്ലോ. കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയണം. ഓക്കെ? സോ വൈ ഐ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ബിക്കോസ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വി ആഡ് സോ മെനി ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഷി സെഡ് ഫ്ലവർ, എഗ്, ക്രീം ആൻഡ് സോ ഓൺ. ഇതെല്ലാം ഒരു പെർഫെക്റ്റ് അളവിൽ വന്നു കഴിയുമ്പോഴാണ് ഇതുപോലെ അവർ കട്ട് ചെയ്യാൻ പോകുന്ന പോലത്തെ ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ മാരീഡ് ലൈഫ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ലൈക്ക് കുറേ സന്തോഷം,
കുട്ടി കുട്ടി സങ്കടം, ബട്ട് അതിനെയെല്ലാം ഒരുപോലെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ വണ്ടർഫുൾ മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് we are moving to the cake cutting ceremony. Now Denny and Cinnamon രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് കേക്ക് കട്ട് ചെയ്യാം. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്ലീസ് മുന്നോട്ട് നിൽക്കാം. വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് ഇവർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് can we all give them a big round of applause? Can you all please give them a good claps? ഒരു നല്ല കൈയ്യടി തരാമോ? സാധാരണഗതിയിൽ നമ്മൾ ചെറുക്കനും പെണ്ണിനും വൈൻ ഗ്ലാസ് കൊടുത്ത് ചിയേഴ്സ് പറഞ്ഞാൽ വൈൻ ടോസ്റ്റിംഗ് വിൽ ബി ഓവർ. പക്ഷേ ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് അടിപൊളി സിബ്ലിങ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ അവരെ വെറുതെ നിർത്തുന്നത് ശരിയല്ലാത്തത് കൊണ്ടും സിബ്ലിങ്സിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ്. സ്വാതിച്ചേട്ടാ ചേച്ചി ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? സോ രണ്ട് സൈഡിൽ നിന്നുമുള്ള സിബ്ലിങ്സ് ഇപ്പോൾ വൈൻ ഗ്ലാസ് കൊടുക്കാൻ റെഡിയാണ്. ചുമ്മാ അങ്ങ് കൊടുക്കുന്നതിലൊരു രസമില്ലാത്തത് കൊണ്ട് ചേച്ചി നമ്മുടെ ഫാമിലിയിലേക്ക് ആരാ വരുന്നത്? ബ്രദർ. രണ്ട് പേര് ലൈക്ക് പെൺകുട്ടികൾ തന്നെയായിരുന്നു ഇത്ര നാൾ ഉണ്ടായിരുന്നത് അല്ലേ? ഇനി വഴക്ക് കൂടാൻ ഒരു അനിയനെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ഒഫീഷ്യൽ വെൽക്കം കൊടുക്കാൻ പോവാണ്. ചേട്ടാ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, ചേർന്ന് നിന്നോ. രണ്ടുപേരും കൂടി വൈൻ ഗ്ലാസ് കൊടുത്തിട്ട് ബ്രദർ വെൽക്കം ടു അവർ ഫാമിലി എന്നൊന്ന് പറയാമോ? ഞാൻ മൈക്ക് തരട്ടെ. റെഡിയാണോ? റൈറ്റ്, കൗണ്ട് ഓഫ് 3 ഈ സമയത്ത് സിനിമോളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്ര പേരുണ്ട്? സിനിമോളുടെ ഫാമിലി, സിനിമോളുടെ യെസ് ഹലോ, സിനിമോളുടെ ഫാമിലീസ്, ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി തരണം. റെഡിയാണോ? Are you guys ready? Yes. All right. On the count of 3. 1, 2, 3 and Benny, welcome to our family. Super. Thank you so much, Chichi. And Swatik Cheta and Chichi, നമ്മൾ എന്നാ പറയാൻ പോകുന്നത്? നമ്മുടെ ഫാമിലിയിലേക്ക് ആരാ വരുന്നത്? അനിയത്തിയായിട്ട് വരുവാ. അപ്പോൾ നമുക്ക് ഒരു ബിഗ് വെൽക്കം കൊടുക്കാം നമ്മുടെ ഫാമിലിയിലേക്ക്. ചേട്ടനാണോ ചേച്ചിയാണോ പറയുന്നത്? യെസ്. വെൽക്കം ടു ദ ഫാമിലി സിനിമ. താങ്ക് യു സോ മച്ച് ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് മുൻപിലേക്ക് കയറി വന്ന് നിൽക്കാം. നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് സൗഹൃദവും പ്രണയവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്ന ഇവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് മാത്രമല്ല, ഈ ജേർണി അത്രയും ലഹരി നിറഞ്ഞതാകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് can you please say cheers together? ഒരു ലൗഡർ cheers പറഞ്ഞേ കേൾക്കട്ടെ. Cheers. And നമ്മുടെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി വൈൻ ഗ്ലാസ് ഇല്ല, ബട്ട് can we all raise our hands and say cheers? Cheers. Yes, that's it. And now you can sip your wine. Now if you guys are comfortable, you can close your hands and sip your wine.
the air that I breathe. Yes, and you.
താങ്ക് യു സോ മച്ച് ഡാൻസേഴ്സ്. താങ്ക് യു. ഇനിയും ആരെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളി ഉണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം. കരദീനകൾ പുതുവാണികൾ മതമൊടു തിരുവടി തൊഴുതട ശ്രുതിചേരണ മലിമോണതിൽ അനുപദ മഴകായി മറിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. മത്താപ്പൂവേ മുത്തുപൊഴിച്ചാട്ടേ പത്തരമാറ്റായി കത്തിത്തുടിക്കാം. ആട്ടിൻ കൊട്ടാരം ഇത് പവിഴക്കൊട്ടാരം രാത്തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം. ശറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം. ആശാനോൻ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിവിന്നിൻ റാന്തൽ പൂവട്ടം. மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன். அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற Thank you. Thank you so much, dancers, for the wonderful dance performance. Thank you.
കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതേ ചെടിയാ വളരേണമേ യഹോവേ എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതേ ചെടിയാ വളരേണമേ യഹോവേ മോശയാ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ മോശയാ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിന്നിൽ ഞാൻ എന്നെ പാപമകറ്റണമേ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനാമലയിൽ എരിതേ ചെടിയാ വളരേണമേ യഹോവേ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ എൻ്റെ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോൽ പരന്നൊഴുകണേ നീ മരുഭൂമി പാറയിൽ വെള്ളമായി എന്നെ മകറ്റണമേ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനാമലയിൽ എരിതേ ചെടിയാ വളരേണമേ യഹോവേ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതേ ചെടിയാ വളരേണമേ I'm sitting right here, she's asleep. Can you make it up here and set my mind at ease? I'm on top of the roof, you've been here before. I just wish you a lot and I know somebody said you are the last one of your kind. If somebody got to bleed, it would be me 1,000 times.
ജീവിതം ഇവരിൽ വളർത്തണമേ. അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സഭയോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം വിലയായി നൽകിയ ഈശോനാഥ, പങ്കുവയ്ക്കലിന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഈ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും എന്നും കളിയാടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധിയും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങേ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു. അവന് തുണിയും താങ്ങുമായി ഹവ്വായി ഭാര്യയെ നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെ പോലെ ഒരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്തുള്ള വാർദ്ധക്യത്തിൽ എന്നത് അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റു പറഞ്ഞു.